2013 മുതൽ ഞങ്ങൾ പഴച്ചവരും നിങ്ങൾ ശരിയായവരും എന്നാണല്ലോ നിങ്ങളുടെ വാദം. അപ്പൊ ഞങ്ങൾ ശരിയല്ല പഴച്ചവരാണ് എന്നു പറയാൻ നിങ്ങളെ കയ്യിൽ രേഖകളുണ്ട് എന്നാണല്ലോ നിങ്ങൾ ഇപ്പോഴും ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2013 മുതൽ 2013 ശേഷം ഉരുവത്തുകൾ പഴച്ചവരും ഞങ്ങൾ സുന്നത്തുമാറ്റ ഹത്തായ സുന്നത്തുമാറ്റമാണെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. അതന്നെ ഞങ്ങളുടെ വാദം. അപ്പൊ നിങ്ങൾ പേച്ചിനുള്ള തെളിവ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. ഒരുപാടുണ്ട്. അതിപ്പോ ഒരു മുഷാവറിനെ വിളിക്കേണ്ട ആവശ്യമില്ല. മുഷാവറ വേണ്ട, ആലിമീങ്ങൾ വേണ്ട, ആരും വേണ്ട. നിങ്ങൾ പേച്ചതാണെന്നതിന് ഞാൻ കാണിച്ചു തരാം. ഇതിൽ വലിയ തെളിവ് വേണ്ട. നിങ്ങൾ ഇബ്ലീസിന്റെ തൊരീക്കത്താണ്. നിങ്ങൾ തൊരീക്കത്തുമല്ല, ഷെയ്ഖുമല്ല. 2013 അവിടെ നിങ്ങൾ പേച്ചിക്കണേ ഒരു സംശയമില്ല. മനസ്സിലായോ? കണ്ടോ? ഓരോന്ന് കണ്ടോ? ഇതിവിടെ പറഞ്ഞ തന്നെ 2013 നിൽക്കുമ്പോൾ ഇപ്പൊ 2013 കൊണ്ടുവരാൻ പറഞ്ഞല്ലോ നമ്മളോട്. ഇപ്പൊ 2013 അവിടെ കൊണ്ടുവരാം. ഞങ്ങൾക്കുണ്ട് ഒരുപാട് നിങ്ങൾ പേച്ചിനുള്ള തെളിവുകൾ. അതിൽ ഒന്ന് മാത്രമാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. അത് കണ്ടാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവും നിങ്ങൾ പേച്ചോലാണെന്നില്ല. ഒരു സംശയമില്ല. വരട്ടെ, പറഞ്ഞോടത്തി പക്ഷേ ഞാൻ പറഞ്ഞെടുത്തി. ഇപ്പോ ഒരു കഴിഞ്ഞിട്ടില്ല. പിന്നെയുണ്ട് ആരിഫൻ ബി കമാലാത്തിൽ ഖുലൂബി വ ആദാബിഹാ വ ആഫാത്തിൻ നുഫൂസി വ അംറാദിഹാ വ കൈഫിയത്തി ഹിഫ്ദി സിഹ്ഹതിഹാ വ ഇഅ്തിദാലിഹാ. ഒരു മുരീദിന്റെ മനസ്സിന്റെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ച് നന്നാക്കി മാറ്റാൻ കഴിയും. ഇത് ഷെയ്ഖിന്റെ അടുത്ത് എന്നാ ഓൻ പഠിക്കേണ്ടത് തെറി പറയല. ഇതെങ്ങനെ ഷെയ്ഖാവുക? ഷെയ്ഖിനെ കുറ്റം പറഞ്ഞ എല്ലാരും ഭയങ്കര തെറി. ഇതാ ത്വരീഖത്ത്. അതിന് ത്വരീഖത്ത് എന്നല്ല പറയാ, അത് ഇബ്ലീസിന്റെ 2013 ശേഷം കൊണ്ടുവരാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ കൊടുന്നാട്ടോ കണ്ടോളി. ഇത് യഥാർത്ഥ ഷെയ്ഖാണെങ്കിൽ മുരീദിന്റെ മനസ്സിന്റെ ഉള്ളിലെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ച് നന്നാക്കാൻ കഴിയും. അല്ല പേച്ചാളാണെങ്കിൽ ഈ ഷെയ്ഖിനെ കുറ്റം പറഞ്ഞവരൊക്കെ എന്താക്കും? യഥാർത്ഥ ഷെയ്ഖ് അല്ലെങ്കിൽ ആ ഷെയ്ഖിന്റെ മുരീദിന്റെ അവസ്ഥ എന്താണ്? ഷെയ്ഖിനെ ആരെയും കുറ്റം പറഞ്ഞ ഓലൊക്കെ പൂര തെറി പറയും. അപ്പൊ ആ തെറി പറയുന്ന ത്വരീഖത്ത് അത് യഥാർത്ഥ ത്വരീഖത്തല്ല എന്നും അത് ഇബ്ലീസിന്റെ ത്വരീഖത്താണ് എന്നും ഇജ്ജ് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പല്ലേ? ഇത് തെളിവിന് പറ്റൂലേ? അപ്പം യഥാർത്ഥ ഷെയ്ഖിന്റെ മുരീദാണെങ്കിൽ തെറി പറയില്ല. അപ്പൊ തെറി പറഞ്ഞോളൂ ഇബ്ലീസാണ്, ഇബ്ലീസിന്റെ ത്വരീഖത്താണ്. അപ്പൊ എന്റെ ഷെയ്ഖ് ആരായി? ഇബ്ലീസായി. ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ വാദം അനുസരിച്ചാണ്. 2013 പഠിപ്പിച്ചതനുസരിച്ചാണ് ഈ പേച്ചിക്കുന്നുള്ളത് ഞാൻ തെളിയിക്കാൻ പോകുന്നത്. എന്റെ ഷെയ്ഖ് യഥാർത്ഥ ഷെയ്ഖല്ല. എന്റെ ഷെയ്ഖിന്റെ മുരീദന്മാരെ ഹൃദയങ്ങളിലുള്ള രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ച് നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓന്റെ മുരീദന്മാർക്ക് ഇപ്പോഴും ഹൃദയത്തിൽ രോഗമാണ്. രോഗത്താ തെറി പറയാ, പൂര തെറി പറയാ. അത് ഇബ്ലീസിന്റെ മാർഗമാണ്. ആ മാർഗത്തിന് നേതൃത്വം കൊടുക്കണല്ലോ ഇബ്ലീസ്. അപ്പോ നീ പേച്ചിക്കണോ എന്റെ ത്വരീഖത്തും എന്റെ ഷെയ്ഖും മുരീദന്മാരും പേച്ചിക്കണോ എന്നുള്ള ആളുകൾക്ക് വളരെ വ്യക്തമായിട്ടോ. എല്ലാവരും കണ്ടുപിടിട്ടോ. കുറച്ച് മാത്രമേ ആടുന്നുള്ളൂ. ഇവർ ഈ പറഞ്ഞ കണക്കിനെന്തായി? ഇബ്ലീസിന്റെ ത്വരീഖത്തായി. 2013 ശേഷം ഇപ്പം പേച്ചിക്കണെന്നുള്ള തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞാൽ നമ്മളോട്. ഒപ്പം പേച്ചതും പിന്നെ ഒപ്പമുള്ള പേച്ചതും ഞാൻ കാണിച്ചു കൊടുക്കാൻ കണ്ടോളി. എന്തിനാ പോയത്? കേൾക്കണേ മുസ്ലിം ജനാപത്തുകാരെ, നിങ്ങൾ കേൾക്കണം. ഞങ്ങള് മുസ്ലിം ജനാപത്തുകാരെ, മുസ്ലിം ജമാഅത്തിനെ വിളിക്കുകയാണ്. മുസ്ലിം ജനാപത്തുകാരെ എങ്ങനെയുണ്ട് ത്വരീഖത്ത്? പോകാൻ പറഞ്ഞ ഇബ്ലീസിന്റെ ത്വരീഖത്തല്ലേ? അല്ലേ? കണ്ടോളി, അടുത്ത് കണ്ടോളി. വിശദീകരണം വേണ്ട, ആർക്കും മനസ്സിലാവും. ഇങ്ങനെ തെറി പറഞ്ഞ പോലെ ഇബ്ലീസിന്റെ ത്വരീഖത്താണ്. ആ പേച്ചിക്കണിൽ സംശയമില്ലല്ലോ. ആ മുരീദന്മാർ ഇങ്ങനെ കാണിച്ചാൽ വരി തെറി. ഇതൊന്നും അല്ലട്ടോ, 100 കണക്കിന് എന്റെ കയ്യിലുണ്ട്. എന്റെ ഫോണിൽ അതിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ. അതേ ഫുള്ള് ഞാൻ കാണിച്ചു. ഓരോ ത്വരീഖത്തിന്റെ പൂതി ഞാൻ കെട്ടി കൊടുത്തിരി. എന്നാലും ചിലതൊക്കെ ഇപ്പൊ കാണിച്ചു തരാം. കേട്ടില്ല? ഞാൻ അടുത്ത് കണ്ടോളി. ഞാൻ വിശദീകരണം കൊടുക്കാണ്. തെറി മാത്രമേ ഉള്ളൂ. ഓരോന്നോരോന്നും ഇങ്ങനെ വിട്ടുതരാം. നല്ല ത്വരീഖത്താ. പേച്ചിക്കണില്ല, ഞങ്ങൾ നോക്കിക്കോളി. ആദ്യത്തെ പെറ്റ് വെച്ച് 2013 ശേഷം പറഞ്ഞൊക്കെ തെളിവ് ഞങ്ങൾ പേച്ചിക്കുന്നുള്ള തെളിവ് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നല്ലേ? അതപ്പോ കാണിച്ചിട്ടുണ്ട്. അടുത്തത് വരട്ടെ. ഇത് 1, 2, 3 ഒന്നല്ല. പിന്നെ അതിന് ആസനന്തലോടിയായി കടന്നു വന്നു സാക്ഷാൽ കുളത്തിലിറങ്ങിയ മൗലവി വാളക്കുളത്തുകാരൻ. ഷെയ്ഖിനെ കുറ്റം പറഞ്ഞ എല്ലാരും ഭയങ്കര തെറി. ഇതാ ത്വരീഖത്ത്. അതിന് ത്വരീഖത്ത് എന്നല്ല പറയാ, അത് ഇബ്ലീസിന്റെ ത്വരീഖത്ത്. എന്നിട്ട് മക്കത്ത് പോയിട്ട് പാവപ്പെട്ട ആളുകളെ പറ്റിച്ച് അവിടെ ചെന്നിട്ട് ചെയ്യണ പണി എന്താ? ഇരുന്നിട്ട് 2 മൊയന്തേൾ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ടും കൊണ്ട് അഭിമുഖം നടത്തുക. ചക്കിക്കൊത്ത ചങ്കരന, വക്ക് പൊട്ടിയ ചട്ടിക്ക് കണ മുറിഞ്ഞ കയ്യില്. ദജ്ജാലു ഹാദിഹിൽ ഉമ്മ. ഇയാൾക്കൊക്കെ പറ്റിയ പേര് ദജ്ജാലുൽ ഉലമാന. അപ്പൊ കണ്ടോ, കുറ്റം പറയാണ്. പൂപമണ്ടൂപങ്ങളെ എന്ന് പറഞ്ഞതിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ.
അല്ല അന്തംഗമ്മികളെ, അങ്ങനെ പറഞ്ഞ അന്തംഗമ്മികൾക്ക് മാനേഷ്ടത്തിനെതിരെ കേസ് കൊടുക്കരുത് കേട്ടോ. സദയം ക്ഷമിക്കുക. കേട്ടില്ലെങ്കില് ഇയാൾ വിളിക്കുന്ന തോന്നിവാസാണ് തെറി വിളിക്കുക. ഇബ്ലീസിന്റെ ത്വരീക്കത്ത് ആ ഇത്രത്തോളം തെറി പറയുന്ന ഒരു ത്വരീക്കത്ത് ഇവിടെ ഉണ്ടാവില്ല. ത്വരീക്കത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന കള്ള ത്വരീക്കത്തുകാരെ കൂട്ടത്തിൽ ഇതേമാതിരി തോന്നിയാസം പറഞ്ഞ ഒരാളൊന്നും കാണിച്ചാൻ കഴിയില്ല. വഹാബികളെ കൂട്ടത്തിലുണ്ടോ, ജമാഅത്തുകാരെ കൂട്ടത്തിലുണ്ടോ, നിരീശ്വരവാദിയെ കൂട്ടത്തിലുണ്ടോ? ഇവിടുത്തെ എത്ര സംഘടനക്കാർ കേരളത്തിലുണ്ട്? ആരെങ്കിലും ഇങ്ങനെ തലി കെട്ടിക്കാൻ തെറി വരുന്നുണ്ടോ? നിങ്ങൾ കാണിച്ചിരോ? വെല്ലുവിളിക്കാൻ ഞാൻ ഇങ്ങനത്തെ ഇതേമാതിരി തെറി വരുന്ന ഒരാളെ കാണിച്ചത് 100 കണക്കിന് ഞാൻ ഹാജരാക്കി തരാം. 100 കണക്കിന്. ഇപ്പൊ ഞാൻ സാമ്പിളിന് മാത്രമേ ഇടുന്നുള്ളൂ. കണ്ടുപിടി 2-3 കൂടി കാണുക. ഉള്ളിൽ വിശ്വാസമില്ലാതെ നടക്കുകയും ചെയ്യുന്ന മുനാഫിക്കുകൾ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മുസ്ലിം ജമാഅത്തുകാർ, മൊത്തം വായിൽ മലം നിറച്ചിട്ടല്ലേ തുപ്പണ് അല്ലേ? എവിടെ നജസാകാൻ ബാക്കി? ആകെ നജസിൽ മുങ്ങി കുടിക്കല്ലേ? സംസ്കാരം നോക്കി നിങ്ങള് എന്തെല്ലാം അസഭ്യ വർത്താനം പറയണ്ടേ, അസഭ്യ ഭാഷ. ഇവരോട് സംവാദം നടത്താൻ പറ്റുമോ? ഇവർ സംവാദത്തിൽ വിളിച്ചാൽ പോകാൻ പറ്റുമോ? ഇപ്പൊ അങ്ങനെ ഓരോ സ്റ്റേജിൽ കയറിയിട്ട് ഇവർ 40 മുഷാവറിന്റെ വരി അല്ലെങ്കിൽ ബിരുദങ്ങളുടെ വരി ഞങ്ങളുടെ സംവാദം. ആര് വരുന്നോട് ഇങ്ങോട്ട് സംവാദത്തിൽ ഇജാതി തോന്നിയ സമയം തൊള്ള കക്കൂസായ ഈ ടീമിനോട് ആരെയും സംവാദത്തിന് പോവോ? പോകാൻ പാടില്ല. ഒരു സാധാരണക്കാരൻ വരെ ഈ തോന്നിയാസം പറഞ്ഞ ഈ ചങ്ങന്മാരുടെ സംവാദത്തിന് പോകാൻ പാടില്ല. അതാ ആരെയും പോവോ? മനുഷ്യന്മാരുടെ സംവാദത്തിന് പോകുള്ളൂ. ഇത് മനുഷ്യന്മാരാ. എത്ര ഉണ്ട് സഹോദരന്മാരെ, എത്ര ഉണ്ട്? ഇനി കണ്ടോളി, ഇട്ടാ തീരൂലത്. എന്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്തോണ്ടാ. നിങ്ങളെ മുസാവറയുടെ പരമോന്നത നേതൃത്വം മുതൽ താഴെ തട്ടുവരെയുള്ള 99.9% കള്ളന്മാരാണ്. ദജ്ജാലൂന കദ്ദാബൂൻ. അത് നമ്മളെ സമസ്തയിലുള്ള ആലിമീങ്ങളെ പറ്റിയാണ്, ഓന്റെ ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങളെ പറ്റിയാണ് പറയണ്ടേ. അത് നോക്കണം നിങ്ങളെ. എല്ലാവരും കള്ളന്മാരും ദജ്ജാലുകളാണ്. നേരിട്ടൊക്കെ പിന്നെ സംവാദത്തിന് പോകാൻ പറ്റുമോ? ഇതൊക്കെ യഥാർത്ഥ ശേഖന്റെ മുരീദന്മാരാണോ? അങ്ങനെ ആലോചിച്ച് നോക്കി. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കലേ ഒരു ഇബ്ലീസിന്റെ അനുയായികൾക്കല്ലാതെ ഇതിന് ഇത് പറയാൻ കഴിയില്ല. ഒരു സ്വാലിഹായ മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ മുരീദന്മാർ ഇങ്ങനെ ആവുമോ? അങ്ങനെ ആകാൻ പാടില്ലല്ലോ. എത്ര പരിഹരിക്കാൻ പറ്റില്ല. ഇനിയുണ്ട് ഈ ജാതി തോന്നിയ സംഭവം. അതാണ് ഇബ്ലീസിന്റെ വരിയൊക്കെ. മനസ്സിലായോ? കഴിച്ചിട്ടില്ലേ? നിങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ പേവല്ലതൊക്കെ യഥാർത്ഥ ഇബ്ലീസിന്റെ അനുയായികളും ഇവിടെ ഇറങ്ങി കേരളത്തിൽ നിന്ന് വിളയാടാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ്ടേ. നിങ്ങളെ നേതാക്കന്മാര് കള്ളന്മാരാണ്. ദജ്ജാലൂന കദ്ദാബൂൻ. കേട്ടില്ലെങ്കിൽ ഇനി ഇഷ്ടം പോലെ ഞാൻ നിർത്തുകയാണ്. ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്നുള്ളത് കുഞ്ഞാമേനെ പറഞ്ഞു. കുഞ്ഞാമേൻ പറഞ്ഞോടക്ക് മൊല്ലാക്ക നിന്ന് പറ്റിയാൽ കുട്ടികൾ മരം കയറി പാത്തും. ശേഖരനെ ഈ ചോദ്യം ജെ പി സാറിനെ കുറിച്ച് കേട്ടില്ലേ? എന്റെ മുരിതന്മാരെ കഥ പറയണോ? അവന് പറഞ്ഞിട്ട് കുഞ്ഞാമേ ഞാൻ പിന്നെ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. തീർന്നിട്ടില്ല കേട്ടോ. തെറിന്റെ ക്ലിപ്പ് തീർന്നിട്ടില്ല. അതാണ് വിചാരിക്കണ്ട. ആശാൻ ഒന്ന് പഴച്ചാല് ശിഷ്യന്മാർക്ക് 18 പഴക്കൂലേ? ആശാന് നിന്ന് മൂത്രമൊഴിച്ചാല് ശിഷ്യന്മാര് മരം കയറി മൂത്രമൊഴിക്കൂലേ? അതല്ല എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതന്നെ കണ്ടുകൊണ്ടിരിക്കണേ. എന്റെ ശേഖരനെ അങ്ങനെ പൊളിനിർത്ത ആദ്യം തെറി പറയാ. എന്റെ മുരിതന്മാരെ കഥ ഭരണം കഴിയും. മൂല്യർ ഇന്നത്തെ കുട്ടികൾ നടത്തും, അല്ലെങ്കിൽ കുട്ടികൾ മരം കയറി പാത്തുന്ന ഇതൊക്കെ തന്നെ കണ്ടില്ലെങ്കിൽ. എ പി സ്ഥാനം കണ്ടേന്ന് വിളിച്ചു, പെണ്ണസ്ഥാനം ഹംക്കേന്ന് വിളിച്ചു. ഓരോ പ്രശ്നത്തിലൊക്കെ നമ്മളെ കയ്യിൽ വിളിപ്പ് എന്റെ ശേഖർ. അപ്പൊ എന്റെ ശേഖരന്റെ മുരിതാളെ ചെയ്യും. മൂപ്പര് നടത്താത്തി ഇത് മരം കയറി പാത്തേണ്. മനസ്സിലായോ? മരം കയറി പാത്തില്ല, മറ്റേതാണ് പറഞ്ഞില്ലേ. മരം കയറിക്കാണ്ട് മറ്റൊന്നും കയറിക്കാണ്ടേ തീപ്പെട്ട് വിടുകയാണ്. മനസ്സിലായോ? അതേ സമയത്ത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരാളെ സംബന്ധിച്ച് ചീത്തയായ കാര്യം പറയുമ്പോ, ഒരാളെ സംബന്ധിച്ച് നമ്മളൊരു മോശമായ സംഗതി പറയുമ്പോ 1000 വട്ടം ചിന്തിക്കണം. അവിടെ നമ്മൾ എന്തോ കേട്ടതോ അറിഞ്ഞതോ വിളിച്ചു പറയാ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരാള് കേട്ടതൊക്കെ പറയാ, ഇത് തന്നെ മതി അയാള് വലിയ കള്ളനാണ് എന്ന് മനസ്സിലാക്കാൻ. വട്ടൂരാൾ പേച്ചതാണല്ലേ ഇതിലും വലിയ തെളിവാണ്ടല്ലോ. തെറി പറഞ്ഞ ഇബ്ലീസിന്റെ വരികത്താണ്. ആ തെറിക്ക് നേതൃത്വം കൊടുക്കണല്ലോ സാക്ഷാൽ ഇബ്ലീസിന്റെ ഇബ്ലീസിന്റെ അനുയായികൾക്ക് എങ്ങനെ പറയാൻ കഴിയുള്ളൂ? ഇത് ഇതുമ്മ തീർന്നില്ല കേട്ടോ. അതാരും വിചാരിക്കണ്ട. അത് ഈ ഗ്രൂപ്പിലുള്ളവർക്കറിയാം. ഇത് മുമ്പിട്ട ക്ലിപ്പുകളും നല്ല തീർന്ന് പലതും മുമ്പിടാത്ത വിട്ടാ തീരൂല. അതുകൊണ്ട് ഞാൻ നിർത്തിച്ചാ പയർ വേറണ്ട്. തെറി മാത്രം മക്കളെ, അതിൽ ആരും വിട്ടിട്ടില്ല. സർവ്വ ആളുകളെയും ഞാൻ പിന്നെ എങ്ങനെ വിട്ടല്ലേ ഓരോ തെറി. ഇതിപ്പോൾ നിന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട, തന്നെ ഉള്ളൂ വിചാരിക്കണ്ട. തെറിപ്പാട്ടാണ് കേരളം മൊത്തം തെറിപ്പാട്ട്. ഇബ്ലീസിന്റെ അനുയായികളും. നൗഷാദ് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞിട്ടോ. ഞാൻ പറഞ്ഞു തരണ്ട, ഞാൻ ഈ തെളിവ് മുകളിൽ വിട്ടിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതിലപ്പുറം പേവേദ തൊള്ള കക്കൂസായി നടക്കുക. മലം തൊള്ളിയിൽ നടത്തിക്കാണ്ട് ഇങ്ങനെ തുക്കുക. മരത്തുമ്മ കയറിക്കാണ്ട് നേരെ കീപ്പെട്ട് ഇങ്ങനെ വിടുക. അതാ പരിപാടി. ഇത് ഇവരോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സ്ഥലം ചർച്ചയ്ക്ക് വേണ്ടിയില്ലേ ഈ തൊള്ള കക്കൂസായ ആൾക്കാരോട് എങ്ങനെ ഉണ്ടാവും? എന്നിട്ട് പോകാൻ സ്റ്റേജ് കയറിക്കാണ്ടൊക്കെ വെല്ലുവിളിക്കേണ്ടി വരികയാണ്. ആ വെല്ലുവിളി ഞങ്ങൾ കക്കൂസൻ ടാങ്കിൽ വിളിച്ചു കൂടിയിട്ടുണ്ട്. കക്കൂസൻ ടാങ്കിൽ
വിളിച്ചു മൂടി വെല്ലുവിളിക്കാൻ തന്നെ അതല്ല, കൂടുതൽ വെല്ലുവിളിച്ചും കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ സമയം എല്ലാവരും കാണേണ്ടത്, എല്ലാവർക്കും അറിയാതെ ഈ ജാതി തോന്നിയാസം വെച്ചിട്ടുണ്ട്. ഇവരുടെ സമ്പാദന പോലെ അയാൾക്കെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന മുട്ടിത്തങ്ങൾ, മുട്ടിപ്പടിത്തങ്ങൾ, അത് ഷോർട്ട് ഫോം ആട്ടോ, കുറ്റം പറയലല്ലോ മുട്ടിത്തങ്ങൾ എന്നുള്ളത്. അപ്പോ ആ മുട്ടിത്തങ്ങളോട് നമ്മൾ ചോദിച്ചു, പച്ചയായ തോന്നിവാസം പറയുന്ന ഏറ്റവും ലക്ഷണം കെട്ടവർക്കും അന്ന് കൂട്ടത്തിലെടുത്ത തീരുമാനം എന്താ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയത്തിൽ നമുക്കൊരു തീരുമാനം പറഞ്ഞു തരാൻ വേണ്ടി മുഷാവറക്ക് നമ്മളൊരു കത്ത് കൊടുക്കാനും അന്ന് തീരുമാനിച്ചു. മുഷാവർക്ക് ഒരു കത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മുഷാവർക്ക് കത്ത് കൊടുക്കാൻ തീരുമാനിച്ച് കത്ത് വരുന്നത് വരെ അദ്ദേഹത്തിന്റെ ലൈവ് അവിടെ കൊടുക്കൂല, അദ്ദേഹത്തെ ഇകഴ്ത്താനോ പുകഴ്ത്താനോ ക്ലാസ് റൂം അനുവദിക്കൂല എന്ന സമീപനത്തിൽ നമ്മൾ നിന്നപ്പോ പടച്ചോനെ അങ്ങനെ ഒരു തീരുമാനമെടുത്തതിന്റെ പേരിൽ എന്തൊക്കെ പഴി കേൾക്കേണ്ടി വന്നു എന്ന് ഈ ക്ലാസ് റൂമിന്റെ ഉള്ളിലുള്ള ആളുകൾക്കേ അറിയൂ, അല്ലാത്തവർക്ക് അത് അറിയില്ല. മനസ്സിലായോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ടെക്സ്റ്റ് വന്നു. അതന്നെ ഇപ്പൊ പറഞ്ഞത് ഹാഫിദ് ഉസ്താദ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഉസ്താദിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. അങ്ങനെ വന്നപ്പോ നമ്മൾ അൽഹംദുലില്ലാ അവിടെ പിടിച്ചു നിന്നു. ആരെയും അനുവദിച്ചില്ല. അതിന്റെ ഇടയ്ക്ക് റമദാൻ മാസം വന്നു. റമദാന് കഴിഞ്ഞ് അപ്പുണ്ടായിരുന്ന ഒരു സംഭവം കൂടി ഞാൻ തുറന്നു പറയട്ടെ. റമദാൻ മാസത്തില് ഇത് ആളുകളെ മനസ്സിലാക്കാനാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ചില കാര്യങ്ങൾ എന്റെ നേരിട്ടുള്ള അറിവേ ഞാൻ പറയുള്ളൂ, ഞാൻ കേട്ടതൊന്നും ഞാൻ പറയില്ല. അതെനിക്ക് ആദ്യം അങ്ങനത്തെ ശീലല്ലേനും. അപ്പോ എന്താ ഇത് പറയണത് എന്താന്ന് വെച്ചാല്, അന്ന് നമ്മള് മുഷാവർക്ക് കത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. റമദാന്റെ മുമ്പ് ഒരു മുഷാവറ നടന്നു. പക്ഷെ ആ മുഷാവറക്ക് നമുക്ക് കത്ത് കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ റമദാൻ മാസത്തിന്റെ മുമ്പ്, റമദാൻ തുടങ്ങിയത് 10-ാം തീയതി ബുധനാഴ്ചയാണല്ലോ, അതിന്റെ മുമ്പത്തെ ഞായറാഴ്ച ഞാനൊരു വാർത്ത കേട്ടു. എന്ത്? SGV കൊടുത്ത കത്ത് ഇപ്പറഞ്ഞ ആൾക്ക് AP ഉസ്താദ് വായിച്ചു കൊടുത്തു എന്നൊരു വർത്താനം കേട്ടു. മനസ്സിലാക്കണങ്ങള്, SGV കൊടുത്ത കത്ത് ഈ ആൾക്ക് AP ഉസ്താദ് വായിച്ചു കൊടുത്തു എന്നൊരു വാർത്ത കേട്ടു. ആ വാർത്ത കേട്ടിട്ട് നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും പലയിടത്തേക്കും ബേജാറായിട്ട് വിളിച്ചു, പടച്ചോനെ ഇങ്ങനത്തെ ആൾക്ക് എതിരാണോ നമ്മൾ തീരുമാനം എടുത്തതെന്നാ ചോദിച്ച്. അന്ന് ഞങ്ങൾ പറഞ്ഞൊരു വാചകണ്ട്, ആരും മറക്കണ്ട, ഞങ്ങൾ ആർക്കെതിരും തീരുമാനം എടുത്തിട്ടില്ല. പിന്നെ എന്തേ തീരുമാനം എടുത്തിട്ടുള്ളൂ? വളർത്താനും പോണ്ട തളർത്താനും പോണ്ട, നമ്മൾ നിഷ്പക്ഷത പാലിക്കുക എന്ന തീരുമാനമാണ് അന്ന് എടുത്തത്. എതിരെ തീരുമാനമല്ല. പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുഹിബ്ബീങ്ങളായ ചില ആളുകൾക്ക് അന്നൊരു എതിരെ തീരുമാനമാണെന്ന് തോന്നി. ചിലർക്കത് പറഞ്ഞു കൊടുത്തപ്പോൾ ബോധ്യപ്പെട്ടു, വേറെ ചില ആളുകൾക്ക് ബോധ്യപ്പെട്ടില്ല. അവരുടെ മഹബത്ത് ആ ബോധ്യപ്പെടുന്നതിന് തടസ്സമായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും തീരുമാനം നിഷ്പക്ഷമായിരുന്നു എന്ന് നിഷ്പക്ഷവാദികൾക്കറിയാം. അങ്ങനെയൊക്കെ തീരുമാനം എടുത്തിട്ട് പിന്നെ കേട്ടത് നമ്മൾ കൊടുത്ത കത്ത് AP ഉസ്താദ് വായിച്ചു കൊടുത്തു എന്ന് മൂപ്പരാരോടോ പറഞ്ഞു എന്നാണ്. അങ്ങനെ അത് കേട്ടപ്പോ ഇതാരോടാ പറഞ്ഞത്? ഞാൻ അവർക്ക് നേരിട്ട് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് പറഞ്ഞപ്പോ ആ സുഹൃത്തുക്കളും വിശ്വസിച്ച് വെച്ചത് കത്ത് വായിച്ചു കൊടുത്തു എന്നുള്ളത് ശരിയാണ് എന്നാ. മുഴുവൻ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് കേൾക്കണോ, കത്ത് ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. കത്ത് കൊടുത്തിട്ടില്ല, അന്ന് നമുക്ക് കത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആ കത്താണ് AP ഉസ്താദ് വായിച്ചു കൊടുത്തു എന്നും അക്കത്തിലുള്ള ചില പരാമർശങ്ങൾ വരെ എന്ന് പറയുകയുണ്ടായി. കേട്ടപ്പോ ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. അന്ന് ഞാനിത് കേട്ടപ്പോ പറഞ്ഞു, ഈ മുഷാവറന്റെ തീരുമാനത്തിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാത്തിക്കേണ്ട ആവശ്യമില്ല. അതേ സ്ഥാനത്ത് മുഷാവറയുടെ തീരുമാനം പൊതുജനത്തിന് അറിയണമല്ലോ, അതുകൊണ്ട് നമ്മളെ തീരുമാനം നടപ്പിലാക്കണം, കത്തി നമ്മൾ കൊടുക്കണം. അങ്ങനെ അത് കഴിഞ്ഞു. അവരുമായി ബന്ധപ്പെട്ടു റമദാൻ മാസത്തില് പല ആളുകളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, SGVക്ക് കത്ത് കൊടുത്തിക്കണില്ലേ, ആ കത്ത് ഇങ്ങനെ AP ഉസ്താദ് വായിച്ചു കൊടുത്തിക്കണില്ലേ എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് ഒരുപാട് വർത്താനങ്ങൾ കേട്ടു. ആ വർത്താനൊക്കെ കേട്ടപ്പോ നമ്മള് പിന്നെ അതിന്റെ പിന്നാലെ കൂടാനൊന്നും പോയില്ല. എന്തിനാ നമ്മൾ അതിന്റെ പിന്നാലെ കൂടുന്നത്? നമ്മൾ മുഷാവറയോട് ചോദിക്കാം, മുഷാവറ പറയട്ടെ എന്ന് തീരുമാനിച്ചു. പക്ഷേ കൂടുതൽ സുഹൃത്തുക്കൾ അവിടുന്ന് വിളിക്കുകയും നമ്മുടെ അഡ്മിന്മാർക്കിടയിൽ പോലും ഈ വിഷയത്തിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തപ്പോൾ 25/8/2013 ഞായറാഴ്ച അന്ന് നമ്മളൊരു അഡ്മിൻ മീറ്റിംഗ് വിളിച്ചു. ആ അഡ്മിൻ മീറ്റിംഗിൽ കാര്യങ്ങൾ ശരിക്കും വിശദീകരിച്ചു കൊടുത്തതിന്റെ പുറമെ ഇയാൾ ഈ വിഷയം പറയുന്നത്, നമ്മൾ കൊടുത്ത കത്തിനെ പറ്റി, അത് കത്ത് വായിച്ചു എന്നൊക്കെ പറയുന്ന ആ വിഷയം കേട്ട ആളുകളെ കൊണ്ട് ഞാൻ ആ മീറ്റിംഗിൽ സംസാരിപ്പിച്ചു. അങ്ങനെ അവര് നേരിട്ട് സംസാരിച്ചു. അവര് മീറ്റിംഗിൽ സംസാരിച്ചപ്പോ അതിൽ പങ്കെടുത്ത എല്ലാ അഡ്മിന്മാർക്കും അത് കേൾക്കാനായി. അങ്ങനെ കേൾക്കാനായപ്പോ അത് വേറെ കത്താണെന്ന് ചിലരൊക്കെ പറയാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ ഒരു കത്തും വായിച്ചു കൊടുത്തിട്ടില്ല എന്ന് AP ഉസ്താദും പറഞ്ഞു.
കേട്ടോ. അങ്ങനെ ഒരു കത്ത് വായിച്ചു കൊടുത്തിട്ടില്ല എന്ന് AP ഉസ്താദും പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവസാനം ഇങ്ങനെ പച്ച നോണ പറഞ്ഞ് ദീനിന്റെ പേരിൽ വിലായത്ത് ചമഞ്ഞ് നടക്കുന്ന ഒരു രീതിയാണിത് എന്ന് നേരിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ബോധ്യപ്പെട്ടവർക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. പിന്നെ എന്തായി? പക്ഷേ മുഷാവറത്തിനൊരു തീരുമാനം പറയണല്ലോ. എനിക്കുണ്ടായ നേരിട്ടുള്ള അനുഭവമാണ് ഞാൻ പറഞ്ഞത്. പെട്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു പോന്നോട്ടെ, മുഷാവറ വെറുതെ പറഞ്ഞല്ല എന്നുള്ളത് എനിക്ക് എന്റെ അടുത്തുള്ള ഒരു തെളിവാണ്ട് വെച്ചെന്നതാ. മനസ്സിലായോ? ഹലോ, അസ്സലാമു അലൈക്കും. മൊയ്നുദ്ദീൻ നിങ്ങളല്ലത്? ഞാൻ ഇബിന് മൊയ്ൻ എന്നാണ് ആളെ വിളിക്കണത്. ചെറിയൊരു വിഷയത്തിന്റെ ഒരു സത്യാവസ്ഥ അറിയാൻ വേണ്ടി വിളിക്കണം. അതൊന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കുരുവട്ടൂർ ഹാഫിൽ ഉണ്ടല്ലോ, ഹാഫിദ് ഉസ്താദ് എന്ന് പറയണേ, മൂപ്പർ ഇങ്ങനെ സയ്യിദാണെന്നുള്ള വാദം പലരോടും പറഞ്ഞതായിട്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളോടും അത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എന്നോട് സയ്യിദാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, നിങ്ങൾ നേരിട്ട് കേട്ടിട്ടുണ്ട് മൂപ്പർ പറഞ്ഞത്? പ്രത്യേകിച്ച് കബീല എന്തെങ്കിലും പറഞ്ഞിരുന്നോ? കബീല അവര് ഹൈദറൂസാണ് കബീല. ശരി, ഹൈദറൂസി പരമ്പരപ്പെട്ട തങ്ങളാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് കേട്ടിട്ടുണ്ടല്ലേ? ഞാൻ ആഫിൽ ഉസ്താദിനെ ആദ്യമായി കാണുന്നത് ഏകദേശം ഒരു 9 വർഷം മുമ്പ് എൻ്റെ എളാപ്പാൻ്റെ വീട്ടിൽ ഗൃഹപ്രവേശനം നടക്കുന്ന സമയത്താണ്. അപ്പോൾ ആഫിൽ ഉസ്താദ് ഒരു വടിയും കൊണ്ട് ഒരു വീടിന്റെ ചുറ്റുഭാഗത്ത് കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ പറഞ്ഞു അത് ശൈത്താനാട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വീടിന്റെ മുന്നിൽ വന്ന് എൻ്റെ എളാപ്പാന്റെ മകൻ സമാധാന വലി വണ്ടി നിർത്തി ഉസ്താദാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. ഞാൻ സലാം പറഞ്ഞപ്പോ ഉസ്താദ് സലാം അടക്കിയില്ല. അപ്പൊ ഞാൻ അന്വേഷിച്ച് പറഞ്ഞു ഉസ്താദിന് സംസാരിക്കണമെങ്കിൽ ഓർഡർ കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു അത്ഭുതമായി തോന്നി. ഞാനത് എന്ത് ചെയ്തു, അവരുടെ കൂടെ ഇവിടെ പഠിച്ചിരുന്ന തിരൂര് പൊന്മുണ്ട ദർസിൽ പഠിച്ച പൂക്കോട്ടൂർ മുഹമ്മദ് ബാക്കവി എന്ന ഉസ്താദിന്റെ അടുക്കൽ അവരോട് കൂടെ ഓതി പഠിച്ച ഞങ്ങളെ നാട്ടുകാരനായ ആലുവ ഷേഖിന്റെ ഖലീഫ കുട്ടി ഹസൻ മുസ്ലിയുടെ മകൻ അമീൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്താണ് ഇതിന്റെ അവസ്ഥ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ ഉസ്താദ് അവർക്കെതിരാണ്, എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഉസ്താദ് അവരെ മെയിൻറ്റെയിൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കൊന്നും കൂടി സംശയം വർദ്ധിച്ചു. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ കരീം ഇസ്ബാഹി, അതുപോലെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മൊയ്തീൻ മുസ്ലിയാർ, ഇങ്ങനെ കുറെ ആളുകളൊക്കെ ഈ പൂക്കോട്ടൂർ ബാക്കവിന്റെ വീട്ടിൽ ചെന്നു. പൂക്കോട്ടൂർ ബാക്കവി ഞങ്ങളോട് പറഞ്ഞു, ഒരുപാട് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ അവരോട് ലാനത്തുല്ലാഹി അലൽ കാദിബീൻ എന്ന് പറഞ്ഞ് മണിക്കൂർ കണക്കിന് വാള് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം അവർ കളവ് നല്ലോണം പറയുന്നുണ്ട്. എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് എനിക്കറിയുന്നില്ല. നിങ്ങളവരുടെ അനുയായികളാണെങ്കിലും പിന്നെ എതിർക്കുന്ന ആളുകളാണെങ്കിലും എനിക്കൊന്നേ പറയാനുള്ളൂ, അവരുടെ പ്രവർത്തനമൊക്കെ ശരീഅത്തിന് വിരുദ്ധമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരിപ്പോ ഞാനുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഞങ്ങൾ പിന്നെ അവരുടെ രണ്ടാമത്തെ ആഫിൽ ഉസ്താദിന്റെ അതിനുശേഷം ഓതി പഠിക്കാൻ പോയ കാന്തപുരം അസീസിയ കോളേജിൽ ചെറിയ എപ്പിസ്ഥാനെ കാണാൻ വേണ്ടി പോവുകയും ഞാനും ഞങ്ങളുടെ മദ്രസയിലെ സദർ ഉസ്താദായിരുന്നു സുബൈർ ആസ്റ്റനി കടുങ്ങല്ലൂരും ഞങ്ങളുടെ മദ്രസയിലെ സെക്രട്ടറി അതുപോലെ വേറെ 1-2 ആളുകളും കൂടെ പോവുകയും അപ്പോൾ പൂനൂര് പള്ളിയിൽ വെച്ചിട്ട് ചെറിയ എപ്പിസ്ഥാനെ കണ്ടു. ചെറിയ എപ്പിസ്ഥാൻ അതുപോലെ ഓട്ടോറിക്ഷ വിളിച്ച് വരാൻ പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് പിന്നെ അസീസിയക്ക് പോലുള്ളവർക്കെതിരെ. അപ്പോൾ ഞങ്ങളോട് കുറച്ച് വിഷയം സംസാരിച്ചപ്പോൾ ചെറിയ എപ്പിസ്ഥാനോട് മറ്റുള്ള ഉസ്താദ് ചോദിച്ചു എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോൾ ചെറിയ എപ്പിസ്ഥാൻ പറഞ്ഞു നമ്മളെ അബ്ദുല്ലാഹിൽ ഹക്കീം ഇപ്പം വലിയൊരു ഔലി ആയിട്ടുണ്ട് പോലും, അതിനെപ്പറ്റി സംസാരിക്കാൻ ഇവർ വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ കാറിൽ കയറ്റി ചെറിയ ഉസ്താദിനെ കൊണ്ട് അസീസിയിൽ കൊണ്ടുപോയ ടൈമിൽ ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരാളെ ഇകഴ്ത്താനോ ഉയർത്താനോ അല്ല, നമ്മൾ ആളുകളാരും പെട്ടുപോകരുതല്ലോ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ അത് തീരുമാനം പറഞ്ഞു തന്നാൽ നല്ലതാണെങ്കിൽ ഞങ്ങൾക്കും കൂടെ, ചീത്തയാണെങ്കിൽ ഞങ്ങൾക്ക് വിട്ടു നിൽക്കാം. അത് ആ ഒരൊറ്റ ഉദ്ദേശത്തോട് കൂടിയാണ് ഞങ്ങൾ വന്നെന്ന് പറഞ്ഞപ്പോൾ ചെറിയ പിസ്ത പറഞ്ഞു നിങ്ങളിൽ നിന്ന് സാമ്പത്തികമായി വല്ല ഇടപാടുകളും അവൻ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല,
അപ്പൊ ചെറിയ പുസ്തകം പറഞ്ഞു കാസർഗോഡ് നിന്നൊക്കെ അവന് പിന്നെ ചില ആളുകൾ വിസക്ക് പൈസ വാങ്ങി ഇവിടെ തെരഞ്ഞു വരലും മറ്റു മറിച്ചൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഏതൊരു ഹാഷിം തങ്ങൾക്ക് സമാജത്തിന്റെ ബാക്കി കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. ഇങ്ങനെയൊക്കെ പരിപാടികളൊക്കെ കുറെ തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒലി ഇതൊന്നുമല്ല, അങ്ങനെയൊക്കെ എന്തുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ടി എന്നൊക്കെ പറഞ്ഞു. അന്നത്തെ കാലത്ത് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ അടുത്ത് ഞങ്ങള് പിന്നെ എറണാകുളത്ത് ബഹുമാനപ്പെട്ട ഉസ്താദിന് ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞൊരു വിശ്രമിക്കുന്ന ടൈമിൽ ഞങ്ങള് മഹല്ല് ഭാരവാഹികൾ അടക്കം എല്ലാവരും കൂടി കാണാൻ വേണ്ടി പോയപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അടുത്ത് ഒരാള് ഞങ്ങൾ ഈ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഇതുപോലെ കാസർഗോഡ് ബഹുമാനപ്പെട്ട ആഫിദ് ഉസ്താദ് ഒരു വീട്ടിൽ പോയി നിസ്കരിക്കുകയും അങ്ങനെ ആ വീട്ടുകാർ ആ മുസല്ല ഒരു നിധി പോലെ ഒരു പുണ്യമായി സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുകയും, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ട ഈ വിഷയങ്ങളും മറ്റും മറിച്ചും പൂക്കോട്ടൂർ ബാക്കി പറഞ്ഞതും അതുപോലെ ചെറിയ പിസ പറഞ്ഞതും ഒക്കെ ഞങ്ങൾ ബഹുമാനപ്പെട്ട നെല്ലിക്കുസ്താദിനോട് പറഞ്ഞപ്പോൾ നെല്ലിക്കുസ്താദ് പറഞ്ഞു, അതൊക്കെ ശൈത്താനീയത്താണ്, അതൊക്കെ നിങ്ങൾക്ക് വഴുകാതെ ബോധ്യപ്പെടും. അതിന്റെ വ്യാഖ്യൊന്നും വെറുതെ പോയി ഇങ്ങോട്ട് വെറുതെ ആളുകൾ പെടാൻ നിൽക്കണ്ട. ഇങ്ങനെ കുറെ പല തട്ടിപ്പേരും തെരീക്കത്തരൊക്കെ ഇറങ്ങാറുണ്ട്. അതൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാകൂല. നിങ്ങൾ ഈ പോകുന്ന പോക്ക് പോയാൽ മതി എന്ന് ബഹുമാനപ്പെട്ട നെല്ലിക്കുസ്താദ് ഞങ്ങളോട് പറയുകയുണ്ടായി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.